ഒരു നിമിഷം മൗനമായി ഓൺലൈനിലിരിക്കുന്നവരും ഓൺലൈനിൽ ശുശ്രൂഷ പങ്കെടുക്കുന്നവരും ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കർത്താവിനെ തന്നെ സൂക്ഷിച്ച് നോക്കുക. കർത്താവിനെ നോക്കുന്നവർ പ്രകാശിതരാകും. വിശ്വാസത്തോടെ നോക്കുന്നവരെ അവരുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ഇരുട്ട് തളം കെട്ടി നിൽക്കുന്നത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കരുണയുടെ കൃപയുടെ പ്രകാശം വീശുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈശോയൊന്നും അസാധ്യമല്ലാത്തവനെ, ഈശോയെല്ലാം സാധ്യമായവനെ, ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവ്. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവ്. കർത്താവ് ഇതിൻ്റെ ആണിപ്പെടുതാർന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അസ്ഥിക്കുഴകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസഭിത്തികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഹൃദയത്തിലെ, കരളിലെ, കിഡ്നികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, കിഡ്നി കല്ലുള്ളവരെ ഈ നിമിഷം പൊടിഞ്ഞു മാറട്ടെ പ്രാർത്ഥിക്കുന്ന കരളിനൊക്കെ സ്പർശിക്കണ കർത്താവെ. ഈശോ ട്യൂബുകളെല്ലാം ബ്ലോക്കായിരുന്നവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. കർത്താവെ, ഉള്ളക്കാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിന്റെ അടയാളത്തിലെ ദൈവത്തിന്റെ ശക്തി ഞാൻ മക്കളെ ആശീർവദിക്കുന്ന യേശുവേ, യേശുവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കളെയും സ്പർശിക്കണമേ. Lord Jesus Christ, pour out His Spirit, touch with your fire finger, soak with the precious blood. Lord, in peace Spirit, I command to you, in the name of Jesus Christ, to be healed. കർത്താവ്, വാതരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, സോറിയാസിസ് രോഗങ്ങള്, അസ്ഥി രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ, ഹൃദയ രോഗങ്ങള്, ഹൃദയത്തിൽ വാൽവിന് ബ്ലോക്കുള്ളവര്, വാൽവ് ശ്വസിക്കുന്നവര്, കടുരോഗങ്ങള്, കർത്താവ് ഫാറ്റ് ലിവർ ഉള്ളവര്, കർത്താവ് അവിടെ തൊട്ട് സ്പർശിക്കട്ടെ. ഈശോയെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവര്, ചെവിക്ക് കേൾവിക്കുറവുള്ളവര് യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കട്ടെ. തൈറോയ്ഡ് രോഗികള്, ടോൺസൈറ്റ് രോഗികള്, കർത്താവെ, തൊണ്ടയിൽ സ്പർശിക്കട്ടെ. സ്പോണ്ടിലോസിസ് അസുഖമുള്ളവര്, കർത്താവെ, തൊണ്ടയിൽ സ്പർശിക്കണമേ. പിൻകഴുത്തിൽ സ്പർശിക്കണമേ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, സ്രാവ രോഗങ്ങള്, അറിയാതെ മരം പോകുന്നവര്, മൂത്രം പോകുന്നവര്, ഈശോയെ, ഗർഭം അലസിപ്പോകുന്നവര്, മക്കൾ ഇല്ലാത്തവര്, ഗർഭത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് കർത്താവ് സ്പർശിക്കട്ടെ. മക്കൾ ഇല്ലാത്തവരെ കർത്താവ് സ്പർശിക്കട്ടെ. പിസ്സോഡി രോഗികള്, പിസ്റ്റുല രോഗികള് കർത്താവ് സ്പർശിക്കട്ടെ. വേദനയുള്ളവര്, പ്രശ്നങ്ങൾ വിട്ടുമാറുന്നവര് കർത്താവ് സ്പർശിക്കട്ടെ. യേശുവിന്റെ ശക്തി. ഉറക്കമില്ലാത്തവര്, പ്രഷർ രോഗികള്, ഉറങ്ങാതെ നടക്കുന്നവര്, പ്രഷർ രോഗികളുടെ മേൽ കർത്താവിന്റെ ശക്തി പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ ശക്തി വെക്കട്ടെ. യേശുവിന്റെ ശക്തി വെക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. മാർഗരോഗങ്ങള്, തിരവേദികള്, യേശുവിന്റെ നാമത്തിൽ കിടപ്പ് രോഗികള് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടേണേ സുഖമായിടും എന്നെയുള്ളം അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എന്നെയുള്ളം. നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയും ജീവിതവും
ഓരോ ദിവസവും ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എത്ര സങ്കടത്തിൽ കിടക്കുന്ന ആൾക്കാരായാലും ജീവിക്കാനൊരു ആവേശം തോന്നാം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ 0- വന്നാലും ദൈവം ഡിവോയ്ഡ് ഓഫ് അവർ മെറിറ്റ്സ്, നമ്മുടെ യോഗ്യത കണക്കാക്കാതെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ വരെ ലിഫ്റ്റ് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ ശരിക്കും നമുക്ക് വല്ലാത്ത പ്രത്യാശ തരാനുണ്ട്. ഈ ദിവസങ്ങളിൽ ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള 2 സാക്ഷ്യങ്ങൾ വന്നായിരുന്നു. വിഷയം ഒന്നാണ്, 2 വ്യക്തികൾക്ക് 2 രാജ്യങ്ങൾ സംഭവിക്കുന്നതാണ്. വിഷയം ഒന്നാണ്, ഒരു GNM നേഴ്സ്, നേഴ്സിംഗ് അസിസ്റ്റൻ്റ്. അപ്പോൾ നേഴ്സിംഗ് അസിസ്റ്റൻ്റിൻ്റെ കാര്യം അറിയാമല്ലോ, അവർക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. അവർക്ക് കുറേ അധികം വർക്ക് ലോഡ് വരും. പിന്നെ എല്ലാവരും അവരുടെ പേര് ഭരിക്കാൻ ചെല്ലും. അവരുടെ മുകളിൽ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ വർക്ക് കുറേ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സങ്കടം വരും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് മാറി ഒന്ന് രജിസ്റ്റേർഡ് നേഴ്സായാൽ കൊള്ളാമെന്ന്. പക്ഷെ അതിനൊക്കെ പല പല പരീക്ഷകളൊക്കെ എഴുതണം, അതിനുള്ള കഴിവുണ്ടാകത്തില്ല. അപ്പം അങ്ങനെ 2 കേസുകൾ ഈ പ്രാവശ്യം വന്നു. ഒരു കേസെന്ന് പറയുന്നത് സിൽവിയ എന്ന് പറഞ്ഞ ഒരു നേഴ്സിൻ്റെ സാക്ഷ്യമാണ്. അതുപോലെ ഹസ്ബൻഡ് റിജോ. അപ്പോൾ അവർ ഇതുപോലെ GNM ആണ്, ആസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യണത്. ആസ്ട്രേലിയയിൽ പോകുന്നതിന് വേണ്ടി അവർ രജിസ്റ്റേർഡ് നേഴ്സാകാൻ വേണ്ടിയാണ് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, പ്രാർത്ഥിച്ചിരിക്കുന്നത്. പക്ഷേ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ടെസ്റ്റ് വരണത്, ഇവർ പ്രാർത്ഥിച്ച കാര്യം മറന്നുപോകും. മറന്നു പോകുന്നതിൻ്റെ കാരണം, ഇപ്പം നമ്മൾ എന്താണ് ഈ വിഷയങ്ങൾ മറന്നു പോകാൻ കാരണം? നമ്മളത് രജിസ്റ്റർ ചെയ്യാത്ത കൊണ്ടാണ്, അല്ലേ? നമ്മുടെ തലയിൽ അത് രജിസ്റ്റർ ചെയ്യാത്ത കാര്യങ്ങളല്ലേ മറന്നു പോണത്. എന്തുകൊണ്ടാണ് ഇവർ GNM മാറിയിട്ട് രജിസ്റ്റർ നേഴ്സാകണമെന്ന് മാതാവിനോട് പറഞ്ഞ കാര്യം ഇവർ മറന്നുപോയി? കാര്യം എന്താണ്? അത് നടക്കത്തില്ലെന്ന് ഇവർ തന്നെ. കാര്യം അതിന് കുറേ പരീക്ഷകളൊക്കെ ഉണ്ടല്ലോ. ആ പരീക്ഷകൾ എഴുതാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ 200 ആപ്ലിക്കേഷൻസ് പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ട്. 200 റിജക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ എത്രയോ വർഷമെടുത്ത്. റിജക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 10-20 അല്ലേ, 200 ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് 200 പല രാജ്യങ്ങളിൽ പല ഹോസ്പിറ്റലിൽ റിജക്റ്റ് ആയത് കൊണ്ടാണ് ഇത് കിട്ടാക്കനിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്യാതെ, തലയിൽ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യാതെ അത് മറന്നുപോയി. അങ്ങനെ ഒരു സംഭവം മാതാവിനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. അപ്പോൾ നമ്മൾ തന്നെ അതിനൊരു മെറിറ്റ് ഇല്ല ശരിക്കും. കാര്യം നമ്മൾ ആ വിഷയം മറന്നുപോയല്ലോ. ഉടമ്പടിയിലുള്ള വിഷയം എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസങ്ങളിലും ഉടമ്പടി വിസ്മയമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഒരു ദിവസം അവർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ആകാശത്തേക്ക് ചുമ്മാ നോക്കിയപ്പോൾ 11 എഴുതി കാണിച്ച്. നമ്മൾ വേറെ ഒരു അനുഭവങ്ങളിലും കേൾക്കാത്ത ചില അനുഭവങ്ങളാണ് ഈ ഉടമ്പടിയിലുള്ളത്. അതായത് ഈ ദൈവം ആ ഉടമ്പടി, തൻ്റെ ഉടമ്പടിയിൽ തന്നോട് കൂടെ ജീവിക്കുന്ന ആളിൻ്റെ കൂടെ അങ്ങ് ജീവിച്ചേക്കുകയാണ്. അവരുടെ വിഷയം ഏറ്റവും സീരിയസ് ആയിട്ട് എടുത്തിട്ട് നമ്മളുടെ വിഷയം നമ്മൾ മറന്നാലും
മാതാവ് അത് മറക്കാതെ, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോഴല്ല ഈ വിശ്വാസ ജീവിതം എന്ന് പറയണതേ ഒരു വല്ലാത്ത പ്രത്യാശയാണ് നമുക്ക് തരണത്. ഒന്ന് വൃത്തിയും വിനയമായിട്ട് ദൈവതിരുസന്നിധി നിന്നാൽ മതി. ദൈവതിരുസന്നിധിയിലെ ആൾക്കാർക്ക് പറ്റണത് ഇപ്പം ഇവർ മറന്നു പോകുമ്പോഴും ഈ സിൽവിയ റിജോ ദമ്പതികൾ അവർ ഉടമ്പടി ജീവിതം അവരുടേത് കറക്റ്റാണ്. അവരുടെ ഇൻറ്റൻഷൻസ് നിയോഗങ്ങളാണ് മറന്നത്, പക്ഷെ അവർ ഉടമ്പടിയുടെ നിബന്ധനകൾ മറന്നിട്ടില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മളുടെ നിയോഗങ്ങൾ നമ്മൾ ദൈവത്തിരുസന്നിധി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറന്നാൽ കുഴപ്പമൊന്നുമില്ല. എന്താ കാര്യം? അത് ദൈവം അത് ഓർത്തുള്ളൂ. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ? ദൈവത്തോട് നമ്മൾ ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ, നിബന്ധനകളാണ് നമ്മൾ ഓർക്കേണ്ടത്, അല്ലേ? ചെറിയ ആൾക്കാർ എന്നാ വരുമെന്നറിയാവോ? നിയോഗം ഓർക്കും, നിബന്ധന മറന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നേരെ മറിച്ച സംഭവിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ നിയോഗം മറന്നു പോകണം. എന്താ കാര്യം? അത് ഏൽപ്പിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ കരുത്താർന്ന് കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? നിബന്ധന. പക്ഷേ പലർക്കും സംഭവിക്കേണ്ടത് എന്താണ്? അവർ നിബന്ധന മറന്നു പോകും. എന്താ ഓർക്കണേ? നിയോഗം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ചിന്തിക്കണേ, ഇതൊരു ഉടമ്പടി ധ്യാനമാണ്. അപ്പം നിങ്ങളെപ്പോഴും നിബന്ധന മറന്നുപോയോ അതോ നിയോഗമാണ് മറന്നതെന്ന് ചിന്തിക്കണം. നിയോഗമാണ് മറന്നു പോയെങ്കിൽ നല്ലതാ. എന്താ കാര്യം? അത് ദൈവം ഓർത്തുള്ളൂ. എൻ്റെ അമ്മ മെയ് 24 എന്നുള്ളൊരു, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടില്ല. അമ്മ, ഞാനൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ മെയ് 24 എന്നൊരു ഡേറ്റ് വെച്ച് അന്ന് വിസ വരണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് മെയ് 24 തന്നെ എനിക്ക് വിസ കിട്ടി. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കുന്നായിരുന്നു. ടിക്കറ്റിൻ്റെ റേറ്റ് ഞാൻ എടുക്കുന്നതിന് തൊട്ട് മുന്നേ വരെ എനിക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് വളരെ കുറവായിരുന്നു. ഒരു 30-45 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ എടുക്കാറായപ്പോഴേക്കും ടിക്കറ്റിൻ്റെ റേറ്റ് 55,000 ഒക്കെ ആയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഫിനാൻഷ്യലി ഭയങ്കര ബാക്കൗട്ട് ആയതുകൊണ്ട് ലോണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് വെച്ചിട്ട് ടിക്കറ്റ് എടുത്ത് പോകാനുള്ളൊരു ഇതില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഏജൻസിയുടെ ഒരു ഇതുവഴി തന്നെ എനിക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടി. ടിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു പൈസ പോലും ചിലവാക്കേണ്ട വന്നില്ല. അങ്ങനെ എനിക്ക് ജൂൺ 15 ജർമ്മനിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയായി. അങ്ങനെ ഞാൻ ജൂൺ 15 ജർമ്മനിയിലേക്ക് പോവുകയാണ്. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാമിന് ഡേറ്റ് എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ആദ്യം ഡേറ്റ് എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഏജൻറ്റിൻ്റെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ എക്സാം എടുക്കാൻ വേണ്ടി വേറെ പിള്ളേർക്ക് വേണ്ടി എക്സാം ഡേറ്റ് എടുക്കാനായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഞങ്ങളാണ് എമൗണ്ട് വാങ്ങിയിട്ട് ഈ ഏജൻറ്റിന് കൊടുത്തിരുന്നത്. അങ്ങനെ ഈ ഏജൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ആവാറായപ്പോഴേക്കും കുട്ടികൾക്ക് മെയിലും വരുന്നില്ല, എക്സാം ഡേറ്റും കിട്ടിയില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പൈസയും കൊണ്ട് മുങ്ങിയെന്നറിഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് ഭയങ്കര വിഷമത്തിലായി. കാരണം ഈ പൈസ നമ്മളുടെ കയ്യിൽ ഇത്രയും പേർക്ക് കൊടുക്കാനായിട്ടൊരു വഴിയില്ല, ഇത്രയും നമ്മളോടാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മുട്ടിപ്പായിട്ട് മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ ഇവിടെ നേർന്നു, ഇങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് നേർന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ജപമാല റാലിക്ക് മുമ്പായിട്ട് റീഫണ്ട് കിട്ടുവാണെങ്കിൽ അമ്മ ജപമാല റാലി പങ്കെടുക്കാമെന്ന് നേർന്നിരുന്നു. അമ്മയ്ക്ക് വയ്യാത്തതാണ്, അമ്മയുടെ 2 കാലും സ്റ്റീൽ ഇട്ടാക്കുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി നടക്കാനൊന്നും പറ്റില്ല. എങ്കിലും അമ്മ അങ്ങനെ നേർന്നു. ജപമാല റാലിക്ക് ഒരു 2 ആഴ്ച മുന്നേ അവർ ഒരു ഫസ്റ്റ് പേയ്മെൻ്റ് എന്ന രീതിയിൽ 10% അവർ റീഫണ്ട് തന്ന് ഒത്തിരി പ്രശ്നങ്ങൾ അതുവഴി പോയി കിട്ടി. പിന്നെ എനിക്ക് ഒരു കൊച്ച് ഇതേപോലെ എക്സാമിൻ്റെ റീഫണ്ട് കിട്ടാത്തതിൻ്റെ പേരിൽ അവർ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ എനിക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് ഒരു തടസ്സമായിട്ട് നിൽക്കുമായിരുന്നു. അതും മാതാവ് കഴിഞ്ഞ മാസം ഒരു കുഴപ്പമില്ലാതെ അവർ തന്നെ റീഫണ്ട് കൊടുത്തു എന്ന രീതിയിൽ പറഞ്ഞ്
കേസൊന്നുമില്ലാതെ എല്ലാം ഒത്തുതീർപ്പാക്കി. അങ്ങനെ എനിക്ക് ജൂൺ 15 പോകാനായിട്ട് എല്ലാ അനുഗ്രഹവും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. എൻ്റെ പേര് മിനിമോൾ, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞങ്ങൾ 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് 2023 ജൂൺ മാസം ആദ്യം എനിക്കൊരു ചെറിയ പനിയും ശ്വാസം മുട്ടലും ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചു, അത് കുറയുന്നില്ല. പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ അത് കൂടുതൽ വഷളാകുകയും ഞാൻ വളരെ സിക്കാകുകയും ചെയ്തു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജൂൺ 2023 ജൂൺ 10 എന്നെ വീണ്ടും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായതിനു ശേഷം എനിക്ക് പല ടെസ്റ്റുകൾ ഓരോ ദിവസവും ഓരോരോ ടെസ്റ്റുകൾ ഓരോ ഡോക്ടേഴ്സും വന്ന് നോക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞു തരുന്ന വ്യത്യസ്തമായ ടെസ്റ്റുകളാണ് എനിക്ക് ചെയ്യുന്നത്. പക്ഷേ എത്ര ടെസ്റ്റ് ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും എനിക്ക് എൻ്റെ രോഗം കുറയുന്നില്ല. എനിക്ക് ശ്വാസം കിട്ടണമെങ്കിൽ ഓക്സിജൻ തന്നെ വേണം. ഓക്സിജൻ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഓക്സിജൻ ട്യൂബ് മാറ്റിക്കഴിയുമ്പോഴത്തേക്കും എനിക്ക് ജീവൻ പോകുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ആദ്യത്തെ സ്കാനിങ് ചെയ്തു. ജൂൺ 20 ആദ്യത്തെ സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ ചെസ്റ്റിനുള്ളിൽ വെറും ഒരു പുക പോലെ കിടക്കുന്നു. എന്താണെന്നൊന്നും അറിയത്തില്ല. അത് ലങ്സിൻ്റേതാണോ ഹാർട്ടിൻ്റേതാണോ എന്ത് കംപ്ലയിൻസ് ഒന്നും പറയാറായിട്ടില്ല. അപ്പോഴും ഇതേ ലെവൽ തന്നെ തുടരുന്നു. ഉടനെ അവർ കാർഡിയോളജിയിലേക്ക് റെഫർ ചെയ്തു. കാർഡിയോളജി ICUയിലും പോയി അവിടെ കിടത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എനിക്ക് കുറയുന്നില്ല. വീണ്ടും തിരിച്ച് അവർ വാർഡിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് വീണ്ടും അവർ റെസ്പിറേറ്ററി മെഡിസിനിലേക്ക് വിട്ടു. റെസ്പിറേറ്ററി മെഡിസിനിൽ പോയി അവരവിടെ ചെയ്തു. ആസ്പിറേറ്റ് ചെയ്ത് ഫ്ലൂയിഡ് നോക്കാമെന്ന് നോക്കി, ഇല്ല, ലങ്സ് ക്ലിയർ ആണ്, അവിടെ ഒന്നുമില്ല. വീണ്ടും തിരിച്ച് അതേ വാർഡിൽ അതേ ബെഡിൽ തന്നെ കൊണ്ടുവന്ന് കിടത്തി. എവിടെ നോക്കിയിട്ടും ഒരു ടെസ്റ്റും ഒന്നും എന്താണെന്ന് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. വീണ്ടും 26 അവർ സ്കാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. സ്കാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ അപ്പോൾ നോക്കുമ്പോഴത്തേനും ലങ്സ് ചെസ്റ്റ് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. നോക്കിയപ്പോൾ ഹാർട്ടും ലങ്സിൻ്റെ സൈഡിലുള്ള വാൽവുകളും എല്ലാം ബ്ലഡ് വന്ന് ക്ലോട്ടായിരിക്കുകയാണ്. ഇതെന്ത് സംഭവിച്ചു, എങ്ങനെയാണ്? അത് കൊറോണ മൂലം സംഭവിച്ചതാണോ, അതോ ഹാർട്ട് അറ്റാക്കാണോ, അതോ ക്യാൻസറാണോ? എന്തായാലും ഇതിനുള്ള മുഴുവൻ പരിശോധനകളും നോക്കി ഒന്നും എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. റിസൾട്ട് കിട്ടി. ഇതാണെന്ന് മനസ്സിലായതിന് ശേഷം 30 രാവിലെ ഡോക്ടേഴ്സ്, അതായത് പൾമണോളജി, കാർഡിയോളജി, റെസ്പിറേറ്ററി, ജനറൽ മെഡിസിൻ, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് കൂടി ചേർന്നിട്ട് അവർ തീരുമാനിക്കുകയാണ്, ഇനി ഈ പേഷ്യൻറ്റിനെ നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഡിസ്ചാർജ് ചെയ്തേക്കാം, വേറെ ഒന്നും നമുക്കിനി ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാനില്ല. അങ്ങനെ ജൂൺ 30 എന്നെ ഡിസ്ചാർജ് ചെയ്തു. രാത്രി ഒരു 7 മണിയോടുകൂടി എന്നെ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ വെള്ളം ചൂടാക്കി എൻ്റെ ദേഹമെല്ലാം തുടച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, കുറച്ച് നേരമെങ്കിലും നിനക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ എഴുന്നേറ്റിരുത്തി കഞ്ഞിവെള്ളത്തിനകത്ത് ഇവിടുന്ന് കിട്ടിയ ഉപ്പും പിന്നെ ഇവിടുന്ന് കിട്ടിയ തൈലവും എൻ്റെ നെഞ്ചിലും പുറത്തും എൻ്റെ മൂക്കിനുള്ളിൽ കൂടെ ഇത് അല്പം പുരട്ടിത്തരികയും ചെയ്തു. ഞാൻ പയ്യെ ക്രമേണ എനിക്ക് ശ്വാസം കിട്ടാൻ തുടങ്ങുകയും അത്ഭുതം എനിക്ക് അവിടം തൊട്ടേ തുടങ്ങുകയാണ്. മാതാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഞങ്ങൾക്ക് അവിടം തൊട്ട് മനസ്സിലാകുകയാണ്. ഞങ്ങൾ അവിടുന്ന് അന്നത്തെ ദിവസം രാത്രി, അപ്പോൾ 6 വീട്ടിൽ മൈക്ക് റെസ്റ്റ് ഇല്ല, 6 പില്ലോ ഉയർത്തി വെച്ചാണ് എന്നെ ഒന്ന് പൊക്കി താങ്ങിയിരുത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പോരുന്നതിന് മുമ്പായി അവിടെ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഡോക്ടർ, അതായത് ആ കുട്ടി MBBS പഠിത്തം വെല്ലൂർ CMCയിൽ MBBS കഴിഞ്ഞ് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ആദ്യമായിട്ടത് ഡ്യൂട്ടി ചെയ്യുകയാണ്. അപ്പോൾ അതിന് കിട്ടിയ ഒരു കേസായിരുന്നു എൻ്റേത്. അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോരാനിറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കരച്ചിൽ കണ്ടപ്പോൾ അവർ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അങ്കിൾ, ഞാനൊരു കാര്യം പറയാം, അങ്കിളിന് വിശ്വാസമുണ്ടെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾ ദൈവത്തിൽ അധികം വിശ്വസിക്കുന്നുണ്ട്, കാരണം കൃപാസനത്തിലെ പത്രവും മാതാവിൻ്റെ ഫോട്ടോയും എല്ലാം നിങ്ങൾ വെച്ചിരിക്കുന്നതും എല്ലാം ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ മറ്റൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ പറ്റുമെങ്കിൽ
വെല്ലൂർ CMCയിൽ ആൻറ്റിയെ കൊണ്ടുപോവുക. അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം, അത്ഭുതം സംഭവിക്കാതിരിക്കില്ല, നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. അതനുസരിച്ച് ജൂലൈ 2-ാം തീയതി എന്നെയും കൂട്ടി ഹസ്ബൻഡ് CMCയിൽ പോയി അവിടെ ചെന്ന് ഡോക്ടേഴ്സിനെ കണ്ടു. ഇവിടുത്തെ ഒരു ടെസ്റ്റുകളും അവർക്ക് സ്വീകാര്യമല്ല. അവർ പുതിയതായിട്ട് മുഴുവൻ ടെസ്റ്റുകളും, സ്കാനിങ് ഉൾപ്പെടെയുള്ള മുഴുവൻ ടെസ്റ്റുകളും നോക്കിയപ്പോൾ ശരിയാണ്, ഇതുപോലെ എൻ്റെ ലങ്സ് കംപ്ലീറ്റ് ബ്ലോക്കാണ്, അതേപോലെ ഹാർട്ടും. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എങ്കിലും 1 മാസം അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 1 മാസത്തെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഓക്സിജൻ ഇല്ലാതെ ശ്വാസം കിട്ടും, ജീവിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. എന്നിട്ട് ഡിസ്ചാർജ് ആയി പോരുമ്പോൾ അവർ പറഞ്ഞു, കറക്റ്റ് 6 മാസം നിങ്ങൾ ഈ മെഡിസിൻ എടുക്കണം. 6 മാസം മെഡിസിൻ എടുത്തു കഴിയുമ്പോൾ 7-ാമത്തെ മാസം തുടങ്ങുമ്പോൾ 2 ആഴ്ച മെഡിസിൻ എടുക്കാതെ 3-ാമത്തെ ആഴ്ച തിരിച്ചിടണം. അത് ആ ഡേറ്റ് വരുന്നത് കറക്റ്റ് നമുക്ക് 2024 മാർച്ചിൽ ആദ്യമായിരുന്നു വരുന്നത്. അങ്ങനെ 2024 മാർച്ച് ഞങ്ങൾ അപ്പം അതിനോടിടയ്ക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ഈ ഓൺലൈനിൽ കൂടെ മാതാവിൻ്റെ പ്രാർത്ഥന ഞങ്ങൾ ശ്രവിക്കുകയും ചെയ്തു. അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് എല്ലാ മാസവും ഇവിടെ വരും, ഉടമ്പടി പുതുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇവിടുന്ന് കിട്ടുന്ന തൈലവും ഉപ്പും കൃത്യമായി എന്നെ അത് ഉപ്പ് കഴിപ്പിക്കാനും തൈലം പുരട്ടാനും അദ്ദേഹം മറന്നിരുന്നില്ല. അങ്ങനെ എൻ്റെ ഒപ്പം നിന്നു എൻ്റെ ജീവന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി മാർച്ചിൽ 2024 മാർച്ച് ആദ്യം ഞങ്ങൾ വെല്ലൂർ CMCയിൽ പോവുകയും അവിടെ ചെന്ന് ടെസ്റ്റുകൾ വീണ്ടും ചെയ്യുകയാണ്. സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ അത്ഭുതം, മാതാവിൻ്റെ എനിക്ക് എങ്ങനെ അതിന് പറയണമെന്ന് എനിക്കറിയത്തില്ല. സ്കാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയപ്പോൾ എൻ്റെ സ്കാനിൽ യാതൊരു കുഴപ്പവുമില്ല. ഈ റിപ്പോർട്ട് കണ്ട ഉടനെ ഡോക്ടേഴ്സ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തന്നെയാണോ ഈ അസുഖം വന്നതെന്ന്. എനിക്കതിന് മറുപടി പറയാനില്ല. നമ്മുടെ ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടും CD-യും മുഴുവൻ വീണ്ടും ഇവർ റിപ്പോർട്ട് ഇട്ട് നോക്കി. ഇല്ല, എനിക്ക് ഈ അസുഖമില്ല. എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എൻ്റെ ബ്ലോക്കുകൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ദൈവമേ, എങ്ങനെ ഇത് നന്ദി പറയണം, ആരോട് പറയണം എനിക്കറിയത്തില്ല. വീണ്ടും ഞങ്ങളോട് അവിടുന്ന് ടെസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ പറഞ്ഞു, നമുക്ക് അടുത്ത മാസം കൂടി ഒന്നുകൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ ചെന്നപ്പോൾ പറഞ്ഞു വീണ്ടും മെയിൽ വരണമെന്ന് പറഞ്ഞു. മെയിൽ മാസത്തിലും പോയി. അടുത്തത് ഞങ്ങൾ ഈ ജൂൺ മാസം 3-ാം തീയതി ചെല്ലണമെന്ന് പറഞ്ഞു. ജൂൺ 3-ാം തീയതി വീണ്ടും പോയി ഞങ്ങൾ പരിശോധനകളോട് വീണ്ടും നോക്കി. ഒരു കുഴപ്പവും ഇല്ല. അത്ഭുതകരമായി എനിക്ക് അനുഭവം, എൻ്റെ ജീവിതവും എനിക്ക് തിരിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് മാറ്റമുണ്ടായത് ആദ്യത്തെ മാറ്റം എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം. അദ്ദേഹം തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. എനിക്കത് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല. തികഞ്ഞ മദ്യപാനി എന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചു കഴിയുമ്പോൾ അദ്ദേഹമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോവുകയായിരുന്നു. ഈ മാറ്റം മദ്യപാനം നിർത്തി. എനിക്കൊരു വലിയൊരു അനുഗ്രഹവും ആശ്വാസവുമാണ്. ഇതുകൂടാതെ പള്ളിയിൽ കൃത്യമായി പോകുവാനും കുർബാന കൂടുവാനും സകലതിനും അദ്ദേഹത്തിന്, പിന്നെ പ്രേക്ഷിത വേലയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. എനിക്ക് ആകുമ്പോഴെല്ലാം ഞങ്ങൾ ഭക്ഷണമാണ് കൂടുതലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജുകളിലേക്ക് പൊതിയാണ് കൊടുത്തുവിടാറ് പതിവ്. എനിക്ക് പറ്റുമ്പോഴെല്ലാം ഞങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട്. ആത്മീയമായ ഒരു ജീവിതവും ഒരു ഉണർവും സന്ദേശവും ഞങ്ങൾക്ക് ഇതുവഴി കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സിന്ധു. വർക്കലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ കഴിഞ്ഞ ജൂണിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, എൻ്റെ ഭർത്താവ് പേർഷ്യയിലായിരുന്നു. അവിടെ നിന്ന് വീണ് ഒരു വശം മൊത്തവും തളർന്ന് ഒരു ഓർമ്മയും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അടുത്തുള്ളൊരു ചേച്ചിയാണ് പറഞ്ഞ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ. ഞാൻ 6-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞു, ഓർമ്മയുണ്ട്, ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുമെന്ന്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട്. ജോസഫ് അച്ഛൻ പറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല, എത്രയും പെട്ടെന്ന് നാട്ടിൽ വരുമെന്ന്. നാട്ടിൽ വന്ന് ഇപ്പം തിരിച്ച് കയറിപ്പോയി. പിന്നെ എൻ്റെ മോൻ, 2-ാമത്തെ സാക്ഷ്യം, എൻ്റെ മോൻ 15 വയസ്സ് തൊട്ട് ദുശീല അവനാണ് കണ്ടുപിടിച്ചതെന്ന് വരെ പറയാം. അത്രയ്ക്ക് വേണ്ടി പ്രശ്നമായിരുന്നു അവന്.
അതിനുശേഷം ഉടമ്പടി എടുത്ത് അവൻ പേർഷ്യയിൽ പോയി 1 വർഷത്തേക്ക് പോയ അവൻ 2 വർഷം ആയി അവിടെ നിൽക്കുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു, നല്ലൊരു മോനായിട്ട് എനിക്ക് കർത്താവ് തിരിച്ചു തന്നു. പിന്നെ 3-ാമത്തെ കാര്യം, 60 വയസ്സായ എൻ്റെ അമ്മ പശുവിനെ കൊണ്ടുപോയ സമയത്ത് അതിരിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് വീഴുകയും ശരീരത്ത് ഒരു പരുക്കുമില്ല, പക്ഷെ നടുവത്ത് മാത്രം ഒരു വളവെന്ന് പറഞ്ഞ് ആശുപത്രി കൊണ്ട് ചെന്നപ്പോൾ ഒരു മരുന്നും കഴിക്കുകയുമില്ല. അവർക്ക് കൃപാസന മാതാവിൻ്റെ എണ്ണ മാത്രം മതിയെന്ന് പറഞ്ഞ് അത് തേച്ചതിന് ഫലമായിട്ട് വടി കുത്തി നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവ് പേർഷ്യയിലാണ്. എൻ്റെ മോൻ ഒരു കുഴപ്പവും ഇല്ല. എൻ്റെ മോളെ അനശേഷി പഠിക്കുന്നു. ഇപ്പം നമുക്ക് ശാന്തി സമാധാനമുണ്ട്. എല്ലാം എൻ്റെ കർത്താവ് തന്നത്. എൻ്റെ പേര് സോണിയ തോമസ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് ജോസഫ് ചർച്ച് പൊന്മലയിൽ നിന്ന് വരുന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു.